നേരെ മലപ്പുറത്തേക്ക് പോകാം. ഈ മുസ്ലിം ലീഗ് മന്ത്രിമാരെ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഏറെ നാളുകളായി ഉയരുകയാണ്. അതായത് അവർ തന്നിഷ്ടക്കാരാണ് എന്നുള്ളതാണ്. അതായത് അവർ സുപ്രീം പവറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ അവർക്കാരുടെയും ഒരു അനുമതിയൊന്നും ആവശ്യമില്ല എന്നുള്ളതാണോ അശ്വതി? അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്തായാലും രാവിലെ 9 മണിക്കാണ് യോഗം. അല്പസമയത്തിനകം തന്നെ യോഗം ചേരും. ഈ യോഗത്തിൽ സുപ്രധാന കാര്യങ്ങൾ ചർച്ചയാകും. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം അത് തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. പല പ്രവർത്തകരും അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. മന്ത്രിമാരെ തിരുത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മന്ത്രിമാരെ തിരുത്താനാണ് ഒരു യോഗം ചേരുന്നത്. ശിവദാസ് കന്മനമുണ്ട്. ശിവദാസെ, എവിടെ വെച്ച് എപ്പോഴാകും യോഗം? യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാകും ചർച്ചയാകുക? ഈ ചർച്ചയിൽ ആരൊക്കെയാകും പങ്കെടുക്കുക? ശിവദാസ്. അശ്വതി, രാഗി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാണക്കാടാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ്. ഇവിടെ വെച്ചാണ് യോഗം ചേരുന്നത്. അതായത് മുസ്ലിം ലീഗ് മന്ത്രിമാരെയാണ് ഈ യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ചായ സൽക്കാരം എന്ന പേരിലാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മന്ത്രിമാർ തന്നെ പലപ്പോഴും പാർട്ടിയെ അവഗണിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്ക് വില കൽപ്പിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ മന്ത്രിമാരായ ശേഷം തുടർച്ചയായി തന്നെ ഉയരുന്ന കാര്യങ്ങളാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് അടക്കം വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി ഇത്തരത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ അവർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. അതായത് 9 മണിക്ക് യോഗം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ മന്ത്രിമാർ ആരും തന്നെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മന്ത്രിമാർ, ഐൻ ഷംസുദ്ദീൻ അടക്കമുള്ള എല്ലാ മന്ത്രിമാരും മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരും ഇവിടേക്ക് എത്തും. അതായത് MSFും അതോടൊപ്പം തന്നെ അവരുടെ യുവജന സംഘടനയായ യൂത്ത് ലീഗും അടക്കമുള്ളവർ വലിയൊരു ആക്ഷേപം മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ ഉന്നയിച്ചിരുന്നു. പലപ്പോഴും മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ വെടിഞ്ഞ അല്ലെങ്കിൽ സമര പോരാട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷമായി സമര പോരാട്ടങ്ങൾ നയിച്ചിരുന്ന പാർട്ടി പ്രവർത്തകരെ പൂർണ്ണമായും അവഗണിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ അടക്കം അവർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു. ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരെ പൂർണ്ണമായും അവഗണിക്കുന്നു. കാരണം പേഴ്സണൽ സ്റ്റാഫിൽ സ്വജനപക്ഷപാതത്തോടു കൂടി അവർ തന്നിഷ്ടപ്രകാരം അവരുടെ സ്വന്തം ആൾക്കാരെ കുത്തിനിറയ്ക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകരിൽ നിന്നും യുവജന സംഘടനകളിൽ നിന്നും MSFിൽ നിന്നും ഒക്കെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരസ്യമായി തന്നെ അവർ അത് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. കാരണം MSF ഇവിടെ അവരുടെ യോഗം ചേർന്നപ്പോൾ അതിൽ മന്ത്രിമാർക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ പ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗും ഇക്കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. മന്ത്രിമാർ പൂർണ്ണമായും അവരുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് പ്രവർത്തിക്കുന്നത്, പാർട്ടിയുടെ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകരെ മാനിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ യൂത്ത് ലീഗ് തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനം ടിവിയോട് അടക്കം അവർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങളിൽ മന്ത്രിമാർക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതി അടക്കം ഇപ്പോഴും അവർ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ആണ്. ഇപ്പോഴും ഷംസുദ്ദീൻ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി അല്ലെങ്കിൽ നിലപാട് ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ പല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ലീഗ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ചായ സൽക്കാരം എന്ന പേരിലാണ് യോഗമെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകും. അശ്വതി, രാഖി. ശരി, എന്തായാലും നിർണായകമായ ഒരു യോഗമാണ് ഇന്ന്. അതെ, അല്ലെ, മലപ്പുറത്ത് പ്രമുഖരെല്ലാം പങ്കെടുക്കും. മന്ത്രിമാരെ തിരുത്താൻ ലീഗിനാകുമോ എന്നതാണ് സുപ്രധാന ചോദ്യം.